പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സമയമായി, അതെ, ആ വാക്ക് പറയുന്നതിൽ എനിക്ക് മടിയില്ല. കാരണം അവിധത്തിൽ ദൈവസന്നിധിയിൽ പ്രാപിച്ച് അതെ, നിങ്ങൾക്ക് വേണ്ടി പ്രാപിച്ച ദൈവാലോചനയുമായി നിങ്ങൾക്കൊപ്പം ആയിരിക്കുന്നു. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് നോക്കൂ. ആരൊക്കെ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ടുവോ പിന്നത്തേതിൽ അവരുടെ ജീവിതം ശ്രേഷ്ഠകരമായി മാറിയെന്ന സാക്ഷ്യപ്പെടുത്തലുകൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രൈസർ ഫാമിലിക്ക് മുൻപിലും അവിധത്തിലുള്ള ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളും ശ്രേഷ്ഠകരമേറിയ ജീവിതത്തിൻ്റെ ഉടമകളായി, ആ സാക്ഷികളായി മാറുവാൻ പോകുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ചില ആലോചനകൾ, ഒപ്പം നിങ്ങളുടെ ജീവിതം അവിധത്തിൽ ശ്രേഷ്ഠകരമായി മാറുവാൻ വേണ്ട ഒരു പ്രാർത്ഥന അനുഭവം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവദാസനെ, ഞങ്ങൾ പ്രാർത്ഥിക്കാത്തവരാണ് എന്നാണോ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്? ഒരിക്കലുമല്ല. ഒരു പ്രാർത്ഥന നിങ്ങളുടെ 5 വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന സന്തോഷ വർത്തമാനം പ്രാർത്ഥിക്കുന്ന നിങ്ങളുമായി പങ്കുവെച്ച്, അങ്ങനെ 5 വിഷയങ്ങൾക്ക്, വലിയ 5 വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു പ്രാർത്ഥന, ആ സമയത്തുള്ള പ്രാർത്ഥന അനുഭവത്തിലേക്ക് ആ സമയത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവരെ, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവരെ കരം പിടിച്ച് നടത്തി ആ വലിയ കാര്യങ്ങളെ പ്രാപിക്കുന്നവരാക്കി മാറ്റുവാൻ. അപ്പോൾ അതിനാണ് പ്രാർത്ഥനയോടെ ഒരുങ്ങി നിങ്ങൾക്കൊപ്പമായിരിക്കുന്നത്. അതേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം ആയിരുന്നാട്ടെ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക്. അപ്പോൾ തന്നെ ചിലർക്ക് കാര്യം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പകൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നാൽ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ, ഒരു ഭക്തൻ്റെ ജീവിതത്തെ എவ்விധത്തിലൊക്കെ മാറ്റി മറിക്കുന്നു. ഒന്ന്, അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, പ്രിയരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ അർദ്ധരാത്രിയിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്ക് മുമ്പിൽ മുട്ട് മടക്കും. 2, അർദ്ധരാത്രിയിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും നിനക്ക് മുമ്പിൽ തകരും. 3, അർദ്ധരാത്രിയിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ചങ്ങല വീഴും. 4, അർദ്ധരാത്രിയിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ വാതിൽ തുറക്കപ്പെടും. 5, അർദ്ധരാത്രിയിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ രാജ്യങ്ങളെ നീയും നിന്റെ തലമുറകളും അവകാശമാക്കും. അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. നോക്കൂ, അപ്പോസ്തലനായ പൗലോസും ശീലാസും ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഈ 3 കാര്യങ്ങൾ അവിടെ? 1, പാടുക അഥവാ ആരാധിക്കുകയാണ്. 2, സ്തുതിക്കുക, ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. നോക്കൂ, ഇവിടെ അപ്പോസ്തലനായ പൗലോസും ശീലാസും ആയിരിക്കുന്നത് എവിടെയാണ്? കാരാഗ്രഹത്തിനകത്താണ് ആയിരിക്കുന്നത്. കാരാഗ്രഹവും 5 സ്റ്റാർ കാരാഗ്രഹം ഇന്നത്തെ പല ജയിലുകളും പോലെ അങ്ങനെയാണോ? അല്ല. നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത, അവരവൻ്റെ വിസർജ്യം കൊണ്ട് തന്നെ നാറ്റം വമിക്കുന്ന വല്ലാത്തൊരവസ്ഥ. ആമമുണ്ട് കയ്യിലും, ചങ്ങലയുണ്ട് കാലിലും, എല്ലായിടവും അടച്ചുറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ തീർന്നില്ല, ശരീരം വ്രണമായി മാറിക്കൊണ്ടിരിക്കുന്നു, അவ்விധത്തിൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു. അതിലുപരിയായി മനസ്സ് വിങ്ങുകയാണ്. പൊതുസ്ഥലത്ത് നഗ്നരായി തീർന്നു. അത് തന്നെ നിങ്ങളായിരിക്കുന്ന അവസ്ഥ തന്നെ. അപ്പോൾ ആർക്ക് അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പൗലോസിനും ശീലാസിനും മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. അതെ, ഈ പറഞ്ഞ 5 വിടുതലുകൾ പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ അവസ്ഥയിൽ പൗലോസും ശീലാസും
ദൈവത്തെ പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ആമേൻ. പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഇവർ സ്തുതിച്ചത്? അയ്യോ, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവദാസനെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, എനിക്ക് എങ്ങനെ സ്തുതിക്കുവാൻ കഴിയും? അതല്ലേ നമ്മുടെ ചിന്ത. അത്രമാത്രം പ്രശ്നമാണ്, അത്രമാത്രം പ്രതികൂലമാണ്. ഇവിടെയാണെങ്കിൽ അടികൊണ്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നഗ്നനാക്കപ്പെട്ട് അത് മുഖാന്തരം ലജ്ജ അനുഭവിക്കുന്നു. അല്ലേ സഹോദരി? വല്ലാത്തൊരവസ്ഥയല്ലേ? ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നന്മ പ്രതീക്ഷിച്ച് കടന്നുപോയ സ്ഥാനത്ത് നീ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് കടന്നുപോയിടത്ത് നീ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. നല്ല ജീവിതം ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കുവാൻ പലതും മുൻപിലുണ്ടായി. അതിലൊക്കെ പ്രതീക്ഷ വച്ചു. അവിടെ നിന്നെല്ലാം ഉപദ്രവം, ബന്ധിക്കപ്പെട്ട അവസ്ഥ. നല്ലത് കൺമുമ്പിലുണ്ട്, പക്ഷെ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ. അയ്യോ, ഇതെന്തൊരു നരകജീവിതമെന്ന് കരയുന്ന അവസ്ഥയിൽ സഹോദര, അല്ലേ? ആ തൊഴിലിടത്തിൽ ലജ്ജിക്കപ്പെടുക. കാരണം എന്താ? പലരുടെ മുമ്പിൽ നീ കൈനീട്ടേണ്ടി വരുന്നു. പലരും പറയുന്നത് കേട്ട് മറുപടി പറയുവാൻ കഴിയാതെ തലകുനിക്കേണ്ടി വരുന്നു. വല്ലാത്തൊരവസ്ഥ, ലജ്ജ, അപമാനം. വഴികളൊന്നും മുൻപിൽ അതാ പ്രശ്നം, അല്ലേ? പ്രതീക്ഷയോടെ നോക്കുന്നിടത്ത് എല്ലാം വഴികൾ അടഞ്ഞിരിക്കുക. നിനക്കറിയാം ചില സ്ഥാനങ്ങളിൽ നീ കടന്നുപോയാൽ രക്ഷപ്പെടും, അല്ലേ സഹോദരി? ആമേൻ. ചിലയിടത്ത് എത്തപ്പെട്ടാൽ, ചില സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടിയാൽ രക്ഷപ്പെടും. അറിയാമോ? അറിയാം. പക്ഷേ എങ്ങനെ ഈ അവസ്ഥയിൽ? സ്തോത്രം. അപ്പോൾ ഇവിടെ നിൽക്കണേ, ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം, ആ അവസ്ഥയിലും പൗലോസും ശീലാസും ജീവനോടെ ഉണ്ട്. അപ്പോൾ സ്തുതിക്കാൻ പറ്റുമല്ലോ. നീ എന്നെ കേൾക്കുമ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. ചാകാനുള്ള തീരുമാനമൊക്കെ മാറ്റിവെക്കുക, അതവിടെ ഇരിക്കട്ടെ. ആമേൻ. നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചാകാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളൊന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഉറപ്പാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നോക്കി. അപ്പോൾ ആ അവസ്ഥയിലും പൗലോസും ശീലാസും പ്രാർത്ഥിക്കുക. സഹോദര, പ്രാർത്ഥിക്കുക. കരഞ്ഞു തീർക്കുന്ന അർദ്ധരാത്രിയിൽ, പലതും ഓർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അർദ്ധരാത്രിയിൽ, ഇനി എൻ്റെ ജീവിതം എനിക്ക് നല്ലതൊന്നുമില്ല എന്ന് ചിന്തിച്ച് കരയുന്ന അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്ക്. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരിക. നീ പ്രതീക്ഷിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം. അതെ സഹോദരി, പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവിന് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരിക. ആ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള എൻട്രി, യെസ്, ഈ രാത്രി കർത്താവ് വിസ സൈൻ ചെയ്തു തരിക. ആമേൻ. ഈ രാത്രി കർത്താവ് ചില പേപ്പേഴ്സ് സൈൻ ചെയ്യുക നിനക്ക് വേണ്ടി. സ്തോത്രം. നിനക്ക് വേണ്ടി ഈ രാത്രി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുക, ദൈവദാസനെ, എവിടെയാണ് സംഭവിക്കുന്നത്? വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ച വാക്യത്തിൽ എവിടെ? നോക്കൂ. ആ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലൻ പൗലോസും ശീലാസും യൂറോപ്പിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. എവിടേക്ക്? യൂറോപ്പിലേക്ക്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൂതാണ്. യൂറോപ്പിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. നീ കുടുംബമായി യൂറോപ്പിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മക്കളെ യൂറോപ്പിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തടസ്സം, സ്തോത്രം, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഒതുക്കപ്പെട്ട്, അയ്യോ, പറയണ്ട, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അത് മുഖാന്തരം നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മക്കളെ അവിടെ എത്തിക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം നിന്ദയ്ക്ക് കാരണമാക്കി മാറ്റിയിരിക്കുന്നു. നിന്റെ മക്കളെ നിങ്ങൾ കുടുംബമായി അവിടെ എത്തുവാൻ വേണ്ടി എടുത്ത എഫേർട്ട് ബാധ്യതക്കാരിയായി തലകുനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അല്ലേ? അവിടെ പോകാൻ വേണ്ടി കടം വാങ്ങി, വിസയ്ക്ക് പൈസ കൊടുത്തു. പക്ഷേ ഇപ്പോൾ വലിയ ബാധ്യതക്കാരിയായി. സഹോദരി, സഹോദര, നിന്നോടാ. സ്തോത്രം. പ്രാർത്ഥിക്കേ. ഈ അർദ്ധരാത്രി നിനക്ക് മുമ്പിൽ വഴികൾ തുറന്നു വരും. സ്തോത്രം. യൂറോപ്പ് കീഴടങ്ങുന്ന, അതേ, ആ രാജ്യത്തിലെ നന്മ, സമ്പന്ന രാജ്യത്തിലെ നന്മ നിന്റെ കരങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം വഴി തുറക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരും. ശുശ്രൂഷക, രാജ്യങ്ങളുടെ വാതിലുകൾ, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു വരും. ആമേൻ. ആ ബിസിനസ് ചെയ്യുന്ന സഹോദര, നിന്നോടൊരു ദൂത് പറയട്ടെ. ആമേൻ. രാജ്യങ്ങളുമായി, മീൻസ് പല രാജ്യങ്ങളിലെയും വലിയ സ്ഥാപനങ്ങളുമായി ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിനക്കുണ്ടാകുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ അർദ്ധരാത്രി നിനക്ക് മുമ്പിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് വഴി തുറക്കുക. ആമേൻ. സ്തോത്രം. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ആഗ്രഹം അതാണ്. പക്ഷേ സ്തോത്രം, ഇല്ല ദൈവദാസനെ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ പൈസ മുടക്കാനുമില്ല. പക്ഷേ നിൻ്റെ കോഴ്സ് മുഖാന്തരം, നീ പഠിക്കുന്ന സ്ഥാപന മുഖാന്തരം, മാതാവേ നിന്നോടാ, നിൻ്റെ മക്കൾ പഠിക്കുന്ന കോഴ്സ് മുഖാന്തരം
രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള ഓപ്പർച്യൂണിറ്റി എൻ്റെ കർത്താവ് ഒരുക്കി തരിക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്നോടുകൂടിയാണ്. നീ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം മുഖാന്തരം, സ്തോത്രം, യേശുവിൻ നാമത്തിൽ നിന്റെ വിവാഹ മുഖാന്തരം, ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്ക്. നിന്റെ വിവാഹ മുഖാന്തരം പൈസ കൊണ്ടല്ല, ആമേൻ, സ്തോത്രം, നിന്റെ വിവാഹ മുഖാന്തരം. അതുകൊണ്ട് ആ വിവാഹത്തെ പിശാച് മുടക്കുന്നേ. ആമേൻ, മനസ്സിലായോ? ആ പിശാച് ആ വിവാഹത്തെ മുടക്കിക്കളയുന്നത്, സ്തോത്രം, നിനക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഈ അർദ്ധരാത്രി പ്രാർത്ഥനയുടേതാകുമെങ്കിൽ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടും. രാജ്യങ്ങളിലേക്കുള്ള എൻട്രി പാസ് കർത്താവ് അടിച്ചു തരിക. ആമേൻ, യേശുവിൻ നാമത്തിൽ. അപ്പോൾ അർദ്ധരാത്രി പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിനും ശീലാസിനും മുമ്പിൽ രാജ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു. പിന്നെയും ഒത്തിരി കാര്യങ്ങൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയിൽ അവിടെ സംഭവിക്കുകയാണ്. നോക്കൂ, അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ തുടർന്ന് 27-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. 28-ാമത്തെ വാക്യം കൂടെ ചേർത്ത് ഞാൻ വായിക്കുകയാണ്. എന്നുറക്കെ വിളിച്ചു പറഞ്ഞു അവൻ. 29, വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ വീണു. കാരാഗ്രഹ പ്രമാണി, നോക്കൂ, ഇദ്ദേഹമാണ് 19 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അടിക്കപ്പെട്ട, ഉപദ്രവിക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും വലിയ ഉപദ്രവത്തിന് വിധേയനാക്കുവാൻ തക്കവണ്ണം കാരാഗ്രഹത്തിനകത്ത് പൂട്ടിവെച്ചത്. ആരാണോ നിനക്ക് വിരോധമായി നിൽക്കുന്നത് അവർ നിനക്ക് മുമ്പിൽ വീഴുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിന്നെ ഉപദ്രവിക്കുന്നവർ, നീ രക്ഷപ്പെടരുത്, നീ നിന്റെ ലക്ഷ്യത്തിലെത്തരുത്, നീ അനുഗ്രഹം പ്രാപിക്കരുത്. അതേ മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടരുത്, ആ തൊഴിലിടത്തിൽ നിനക്കൊരു നന്മ ഉണ്ടാകരുത്. സഹോദരി, നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടരുത്, സന്തോഷത്തോടെ സമാധാനത്തോടെ നീ കടന്നുപോയ ഭവനത്തിനകത്ത് ജീവിക്കരുത് എന്ന് പറഞ്ഞ് നിന്നെ ഉപദ്രവിക്കുന്നവർ, ശരീരം കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും, താങ്ക് യു ലോർഡ്, വാക്കുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നവർ, വാക്കുകൊണ്ട് നിന്നെ കുത്തി വ്രണപ്പെടുത്തുന്നവർ, ആമേൻ, യേശുവിൻ നാമത്തിൽ ചിലർ നിനക്ക് മുമ്പിൽ മുട്ടുകുത്തുവാൻ പോകുക. ആമേൻ, ഉപദ്രവിക്കുന്നവർ, നിന്നെ ഉപദ്രവിക്കുന്നവർ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ചിലർ മുട്ടുകുത്തും. ആമേൻ, ഹല്ലേലൂയ. ചിലർ മുട്ടുകുത്തും. അതേ സഹോദര, നിനക്ക് മുമ്പിൽ ചിലർ മുട്ടുകുത്തും. ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന, ആമേൻ, സ്തോത്രം, സാഹചര്യം നോക്കണ്ട, അവസ്ഥ നോക്കണ്ട, നീ പ്രാർത്ഥിക്ക്. ഈ അർദ്ധരാത്രി നീ ഉണർന്ന് പ്രാർത്ഥിക്ക്. സ്തോത്രം, മാതാവേ, പിതാവേ, അർദ്ധരാത്രി ഉണർന്ന് പ്രാർത്ഥിക്ക്. പകൽ ഉപദ്രവിച്ചവർ നിന്റെ കാല് പിടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെ ഉപദ്രവിച്ചവർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ മുറിപ്പെടുത്തിയവർ നിന്റെ കാല് പിടിക്കുവാൻ പോകുക. ആമേൻ, സ്തോത്രം. അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വെളിച്ചമന്വേഷിച്ച് കാരാഗ്രഹ പ്രമാണി അവരുടെ അടുക്കൽ വന്നു. ആമേൻ, നിന്നെ ഉപദ്രവിച്ചവർ, നിന്നെ നിന്ദിച്ചവർ നിന്നിലൂടെ ഒരു വെളിച്ചം അന്വേഷിച്ച് ഈ പ്രാർത്ഥന, അർദ്ധരാത്രിയിലെ പ്രാർത്ഥന, പ്രൈസ് ഓഫ് ഫാമിലിക്ക് ഇതൊരു പുതുമയല്ല കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ അനുഭവത്തിലൂടെ കടന്നു പോയവരാണ്, പ്രാപിക്കേണ്ടത് പ്രാപിച്ചവരാണ്. പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പമുള്ള ഒത്തിരി പേർ പ്രാപിച്ചതാണ്, ഇനി നിങ്ങളും പ്രാപിക്കുവാൻ പോകുന്നു. നോക്കൂ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു, പതിവ് പോലെ, നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ആ സഹോദരി വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ദേവദാസനെ, വിവാഹം കഴിഞ്ഞ നാളുകളിൽ, സ്തോത്രം, ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു ഒരു രാജ്യത്ത് കടന്നു പോകുവാൻ വേണ്ടി. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ, പുള്ളിക്കാരി ഒരു BSc നേഴ്സാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കടന്നു പോകുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. സോ അത് മുഖാന്തരം ഞാൻ എൻ്റെ ഭവനത്തിനകത്ത്, നിങ്ങൾക്ക് ദേവദാസനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, വാക്കുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ എന്നെ ഫിസിക്കലായി ഉപദ്രവിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു ചേർന്നു. എനിക്കതൊരു ആശ്ചര്യമല്ല, കാരണം എൻ്റെ ഭാര്യ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ വീട്ടിനകത്ത് ശാരീരികമായി എൻ്റെ ഭാര്യ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, എൻ്റെ അമ്മയുടെ കൈകൊണ്ട്, എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ കൈകൊണ്ട്. ആമേൻ, സ്തോത്രം. മൂക്കിനകത്തെ വെയിൻ പൊട്ടി ബ്ലഡ് വന്ന്, അയ്യോ, ഒത്തിരി പ്രശ്നത്തിൽ ഞാനായിട്ടുണ്ട്. എനിക്കതുകൊണ്ട് അറിയാം, ഉപദ്രവിക്കും. സ്തോത്രം. മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സഹോദരി,
സഹോദര, നീ ആയിരിക്കുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പക്ഷേ എനിക്ക് അവസ്ഥ മനസ്സിലാവും. കാരണം ഈ കാരാഗ്രഹത്തിലൂടെ ഞാനും കടന്നു വന്നതാ. ഇതേ അവസ്ഥയിലൂടെ ഞാനും കടന്നു വന്നതാ. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ, ആരോട് പറയും, എങ്ങോട്ട് പോയി പറയും. സ്തോത്രം. ആശുപത്രിയിൽ പോയപ്പോൾ അവർ കേസ് കൊടുക്കുവാൻ പറയുന്നു. എങ്ങനെ കേസ് കൊടുക്കും? എൻ്റെ ഭാര്യയുടെ വീട്ടുകാരറിഞ്ഞാൽ, നാട്ടുകാരുടെ മുമ്പിൽ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ സംരക്ഷിക്കുവാൻ കഴിയാത്തൊരു വല്ലാത്ത അവസ്ഥ. അതെ, ആ സഹോദരിയും അതേ അവസ്ഥയിലായിരിക്കും. ദൈവദാസനെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളാത്തവളായി, എനിക്ക് ഉറക്കമില്ല. പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സഹോദരി, നീ ആ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്ക്. ഉറക്കം വരാത്ത തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാത്രിയിൽ നീ പ്രാർത്ഥിക്ക്. സ്തോത്രം. ആ സഹോദരി പറഞ്ഞു, ഒറ്റയ്ക്ക് അങ്ങനെ? ഞാൻ പറഞ്ഞു, സഹോദരി, ഞങ്ങളുണ്ട്, പ്രേച്ചർ ഫാമിലി, നിനക്കൊപ്പം രാത്രിയിൽ പ്രാർത്ഥിക്കും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആ സഹോദരി പ്രാർത്ഥിച്ചു. ശത്രു അടച്ചു വെച്ചിരുന്ന വാതിൽ ദൈവം തുറന്നു കൊടുത്തു. ഓ, താങ്ക് യു ലോർഡ്. അതേ രാജ്യത്തിലേക്ക് വെളിച്ചമന്വേഷിച്ച് വന്ന കഥ പറയട്ടെ. ആമേൻ. അന്ന് ഉപദ്രവിച്ചവർ, അന്ന് പരിഹസിച്ചവർ, കഥകിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കഥക് പിടിച്ച് ശക്തിയായി അടിക്കുന്നവർ, സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ തള്ളിയിട്ടവർ, അവർ ഒരു വിസയ്ക്കായി അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി വെളിച്ചമന്വേഷിച്ച് പ്രിയ സഹോദരിയുടെ പിന്നാലെ ചിലർ വെളിച്ചമന്വേഷിച്ച് ജീവിതത്തിലൊരു നല്ല കാലം പ്രതീക്ഷിച്ച് നിനക്ക് പിന്നാലെ വരുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ, താങ്ക് യു ലോർഡ്. ചിലർ മുട്ടുമടക്കും, ഉപദ്രവിക്കുന്ന ചിലർ. ഓ, സ്തോത്രം. ആമേൻ. കുഞ്ഞുമക്കളെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കും. നിങ്ങളെ കളിയാക്കുന്നവർ, നിങ്ങളെ പരിഹസിക്കുന്നവർ, സഹോദരി, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ നിൽക്കുന്നവർ മുട്ടുമടക്കും. സഹോദര, ആ തൊഴിലിടത്തിൽ ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ ഒന്നുമില്ലായ്മയുടെ സമയത്ത്, പേരില്ല, പെരുമയില്ല, പ്രശസ്തിയില്ല, ആ സമയത്ത് നിന്നെ ഉപദ്രവിക്കുന്നവർ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. അർദ്ധരാത്രികളെ പ്രാർത്ഥനയുടേതാക്കി മാറ്റ്. നിന്റെ രോഗമുഖാന്തരം നിന്നെ അപമാനിക്കുന്നവർ, നിന്ദിക്കുന്നവർ മുട്ടുമടക്കം പ്രാർത്ഥനയുടേതാക്കി മാറ്റ്. ആമേൻ. സ്തോത്രം. നോക്കിയേ, പൗലോസും ശീലാസും പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറക്കരുത്, ദൈവത്തെ ആരാധിക്കണം, നല്ലതുപോലെ ദൈവത്തെ ആരാധിക്കണം. രണ്ട്, സ്തുതിക്കണം. കാരാഗ്രഹത്തിനകത്താണ്, നിന്നയുണ്ട്, ഉപദ്രവമുണ്ട്, പക്ഷേ നീ ചത്തുപോയിട്ടില്ല, നീ ജീവിച്ചിരിക്കുന്നു. അതിന് വലിയ സന്തോഷമുള്ള കാര്യം, നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ചാവത്തുമില്ല, ചാവാൻ വിടത്തുമില്ല. അവൻ യേശുവെന്നാമത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത്? അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ 26-ാമത്തെ വാക്യം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു. ഇവിടെ ശ്രദ്ധിക്കണം, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ഇവിടെ നിങ്ങൾക്ക് സംശയമുള്ള ഒരു ഭാഗത്തിലേക്ക്, വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു, മന്ത്രവാദത്തിൻ്റെയും ആഭിചാരങ്ങളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും ശക്തി തകരപ്പെടും. നോക്കൂ, നിങ്ങളൊരു കെട്ടിടത്തിനകത്തായിരിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ പൊട്ടൽ വന്നു. മേൽക്കൂര ഒരു വശത്ത് ഇടിയുന്നു, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇടിഞ്ഞ് പെട്ടെന്ന് വീഴത്തില്ല, കെട്ടിടമല്ലേ, പതുക്കെ വീഴത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി ഓടാൻ പറ്റും, ഓടി രക്ഷപ്പെടാൻ പറ്റുമേ? ഇനി നിങ്ങൾ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം, ഈ ബേസ്മെൻറ്റ് മുഴുവനും അങ്ങ് ഇളകി പോവുക. നിങ്ങൾ എങ്ങോട്ട് ഓടും? ഓടാൻ പറ്റുമോ? എവിടെ? അടിസ്ഥാനം ഇളകി പോയാൽ ഒറ്റ സ്റ്റെപ്പിന് കെട്ടിടം വന്ന് വീഴും, നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകും. അതാ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ അടിസ്ഥാനമാണ് ആദ്യം ഇളകുന്നത്, മുകളിലല്ല. മിന്നലേക്കുമ്പോൾ മുകളില, ആൾക്കാർക്ക് സമയം കിട്ടും ഇറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ ഇവിടെ അടിസ്ഥാനമാണ് കുലുങ്ങിയത്. പക്ഷേ ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. അടിസ്ഥാനം കുലുങ്ങി, പക്ഷേ രക്ഷപ്പെടുകയും ചെയ്തു. അർത്ഥം, അവരെ അടച്ചിട്ടിരുന്ന ആ ശക്തികൾ നശിച്ചു. ഓ, സ്തോത്രം. അത് ഫിസിക്കലായിട്ട് എടുക്കരുത്, സ്പിരിച്വലായിട്ട്. ആമേൻ. സ്തോത്രം. നിങ്ങൾ പുറത്തു വരുവാൻ കഴിയാതെ, നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ബന്ധിച്ചിരിക്കുന്ന മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ശക്തികൾ തകർക്കപ്പെടും. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ നീ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, സ്തോത്രം, ആമേൻ. അതൊരു സാക്ഷ്യമാണ് കേട്ടോ. വർഷങ്ങൾ, 2 മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജോലിയില്ല. ഭർത്താവിന് വിദ്യാഭ്യാസമുണ്ട്, 3 മാസം ജോലി കിട്ടും. അപ്പോൾ ആവർത്തിച്ച് കിട്ടുക. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടത്തുള്ളൂ. സഹോദരിക്കും വിദ്യാഭ്യാസമുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം ജോലിയില്ല, വല്ലാത്തൊരവസ്ഥയിലായിരിക്കുക. ആമേൻ. ആ സഹോദരി തന്നെ പറയുന്നുണ്ട്, ദൈവദാസനെ, ഇതെന്തോ പണിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇതിനകത്തിരിക്കേണ്ടി വരത്തില്ല. ഞാൻ പറഞ്ഞു, സഹോദരി
സ്തോത്രം. ആ സഹോദരി പ്രാർത്ഥിച്ചു ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നു. ഞങ്ങളും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആമേൻ, സ്തോത്രം. ഇവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, സ്തോത്രം, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേശത്തിൽ സ്തോത്രം ഒരു പടം ഒട്ടിക്കപ്പെട്ടു. വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ, സ്തോത്രം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാരണം ആരെങ്കിലും പ്രാർത്ഥിച്ചു കൊന്നു എന്നൊന്നുമല്ല കേട്ടോ. ഒരാൾ മരണപ്പെട്ടു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹം ദേശത്തിലെ ഒരു മന്ത്രവാദിയായിരുന്നു. ആമേൻ, സ്തോത്രം. അത് ദൗർഭാഗ്യവശാൽ ചേർന്ന് വന്നതാണ്. എന്തായാലും ചേർന്ന് വന്നു, സ്തോത്രം. അദ്ദേഹം മരണപ്പെട്ടു, സ്തോത്രം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 മക്കൾക്കും ജോലി കിട്ടി. സഹോദരനും ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, സ്തോത്രം. അർദ്ധരാത്രി, ആമേൻ. പുള്ളി അർദ്ധരാത്രിയിൽ മന്ത്രവാദമായിരുന്നു. ആമേൻ. ഇവർ മുഴുവൻ അനുഭവിച്ചിട്ട് അർദ്ധരാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. പക്ഷെ അർദ്ധരാത്രി കരയുവാൻ തുടങ്ങിയപ്പോൾ അർദ്ധരാത്രി യുദ്ധം നടന്നു. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി ആ വിചാരങ്ങളെ ചെയ്യുന്നവരും ക്ഷുദ്രങ്ങളെ ചെയ്യുന്നവരും തമ്മിൽ യുദ്ധം നടക്കും. ഓ, ദൂതനിറങ്ങും യേശുവിൻ നാമത്തിൽ. നീ പ്രാർത്ഥിക്ക്. ഈ അർദ്ധരാത്രികൾ നിന്റെ തലവര മാറ്റുവാൻ പോകുക. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി ചെയ്തു വച്ചത് സകലതും തകർക്കപ്പെടുവാൻ. ഓ, റാദിയാഷാക്ക്. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. ഈ അർദ്ധരാത്രികൾ നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ പോകുക. ആമേൻ, സ്തോത്രം. അപ്പോൾ മന്ത്രവാദികളുടെ ശക്തികൾ, ആഭിചാരകന്മാരുടെ ശക്തികൾ, ക്ഷുദ്ര പ്രയോഗകന്മാരുടെ ശക്തികൾ, അവർ ശക്തരായിത്തീരുന്ന അർദ്ധരാത്രികൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. കരയാനൊക്കെ പിന്നെ സമയമുണ്ടെന്നേ. ഓ, സ്തോത്രം. സന്തോഷ കണ്ണുനീരിനുള്ള, ആനന്ദ കണ്ണുനീരിനുള്ള സമയമുണ്ട്, സ്തോത്രം. തീർന്നില്ല. 4 ചങ്ങല വീണു. നോക്കിയേ, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞു വീണു. 26-ാമത്തെ വാക്യത്തിൽ ചങ്ങല അഴിഞ്ഞു വീണു. കെട്ടിയിരിക്കുക, സ്തോത്രം. കെട്ടി ബന്ധിച്ചിരിക്കുക. ദേവദാസനെ പുറത്തു പോകാൻ പറ്റുന്നില്ല. നന്മ പ്രാപിക്കുവാൻ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കാണാൻ പറ്റുന്നിടത്ത് എല്ലാം ഉണ്ട്. അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. നിനക്കതിനുള്ള അവസരമുണ്ട്. നിന്റെ തലമുറകൾക്ക് പറ്റും. പക്ഷേ ബന്ധിച്ചിരിക്കുക. ആ ബന്ധനം വീഴുക. ഈ അർദ്ധരാത്രി, ആ ബന്ധനങ്ങൾ വീഴുന്ന അർദ്ധരാത്രി. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചങ്ങല വീഴും, ചങ്ങല വീഴും. ഓ, ആമേൻ, സ്തോത്രം. വാതിൽ തുറക്കപ്പെടും. ചങ്ങലയുണ്ട്, വാതിലുമുണ്ട്, സ്തോത്രം. വഴി തുറക്കപ്പെടുമെന്ന് കാത്തിരിപ്പിന് അറുതിയായി, നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അറുതിയായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഈ അർദ്ധരാത്രികൾ നിന്റെ ജീവിതത്തിൽ പുതുവഴികളെ തുറന്നു തരും. ആമേൻ. നിന്റെ കുടുംബജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം നിനക്കറിയത്തില്ല. വഴി കർത്താവ് തുറന്നു തരും. നീ നിന്റെ ഭർത്താവ്, നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ യേശു വഴി തുറന്നു തരും. വാതിൽ തുറക്കും. ശത്രു അടച്ച വാതിൽ നല്ലതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വെളിച്ചമകത്തേക്ക് വരരുതെന്ന് പറഞ്ഞ അടച്ച വാതിൽ യേശു തുറന്നു തരും. നല്ലത് നിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാൻ. നല്ല തൊഴിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നല്ല വരുമാനമുള്ള തൊഴിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ. ആമേൻ. നീ ചിലത് പ്രാപിക്കുവാൻ. സ്തോത്രം. വാതിലടച്ചിരിക്കുക. സ്തോത്രം. സ്വന്തം ഭവനം അത് നീ പ്രാപിക്കുവാൻ പോകുക. വാതിൽ തുറന്നു തരിക. ആ സ്വന്തം ഭവനം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുക. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന. വാടകക്കാരനെന്ന നിന്റെ അഡ്രസ്സ് മാറ്റുക. യേശുവിൻ നാമത്തിൽ നിനക്ക് സ്വന്തമായി അഡ്രസ്സ് ഉണ്ടാകുവാൻ പോകുക. സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുക. നീ വല്ലാത്ത നിരാശയിലായിരിക്കുക. സ്വന്തം ഭവനം നിനക്ക് നിന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ഓ, യെസ്. ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഭവനം ഉണ്ടാകുന്നില്ല. ആമേൻ, സ്തോത്രം. ചിലർക്ക് അടിസ്ഥാനം ഇട്ടിട്ട് നടക്കുക, തേരാപ്പാര. ഇനി നടക്കേണ്ട, അടിസ്ഥാനത്തിന് മേൽ പണിതുയർത്തപ്പെടുക. ഓ, ആമേൻ, സ്തോത്രം. വസ്തു വാങ്ങിയാന്നേ, അഡ്വാൻസ് കൊടുത്തത് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. അഡ്വാൻസ് കൊടുത്തത്, സഹോദര, സഹോദരി, അഡ്വാൻസ് കൊടുത്തത് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ വസ്തു വാങ്ങും, വാഹനങ്ങൾ വാങ്ങും. ആമേൻ, സ്തോത്രം. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, നീ വാങ്ങുമെന്നേ. ആമേൻ. ഇഷ്ടപ്പെടാത്തവന്മാർ പോയി കഷ്ടപ്പെട്ടത് നീ വാങ്ങും. സ്തോത്രം. ആമേൻ. വാതിൽ തുറക്കുമ്പോൾ നീ വാങ്ങും. വാതിൽ അടച്ചിരിക്കുന്നതുകൊണ്ട് വഴികളെല്ലാം അടച്ചിരിക്കുക, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. എല്ലാം നന്മ വരാൻ സമ്മതിക്കാതെ എല്ലാം ലോക്ക് ചെയ്തിരിക്കുക. നല്ലത് സംഭവിക്കാതെ എല്ലാം ലോക്ക് ചെയ്തിരിക്കുക, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. എല്ലാ ബ്ലോക്കുകൾ യേശുവിൻ സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ, അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? സാഹചര്യം നിങ്ങൾക്കറിയാം, നിങ്ങളായിരിക്കുന്ന സാഹചര്യം തന്നെ. പക്ഷേ ഇവിടെയാണ് പ്രൈസർ ഫാമിലിയുടെ ദർശനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ പറയും, അവർ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ എഴുതിയിട്ടില്ലെന്ന്? ഇല്ല. കാരാഗ്രഹത്തിനകത്ത് കുഴിമന്തി കൊടുത്ത കാരാഗ്രഹ പ്രമാണി ഇവരെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പട്ടിണിയായിരുന്നേ.
സ്തോത്രം. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയതേ ഉപവാസ പ്രാർത്ഥനയില്ല. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും തകർന്നത് ഉപവാസ പ്രാർത്ഥനയില്ല. വാതിൽ തുറക്കപ്പെട്ടത്, ചങ്ങല അഴിഞ്ഞത് ഉപവാസ പ്രാർത്ഥനയില്ല. ഉപദ്രവിച്ചവർ മുട്ടുമടക്കിയത് ഉപവാസ പ്രാർത്ഥനയില്ല. റെഡിയാണോ? ഉപവസിക്കുവാൻ റെഡിയാണോ? അയ്യോ ദൈവദാസനെ, എങ്ങനെ ഈ അവസ്ഥയിൽ എങ്ങനെ? ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ? പ്രൈസ് ഓഫ് ഫാമിലി ഒപ്പമുണ്ട്. നമുക്കൊരുമിച്ച് ഉപവസിക്കാം. സാക്ഷ്യം നിങ്ങളുടേതായി മാറും. നമുക്കൊരുമിച്ച് ഉപവസിക്കാം. ചങ്ങല വീഴും, വാതിൽ തുറക്കപ്പെടും. ഉപദ്രവിക്കുന്നവർ അമേൻ കാല് പിടിക്കുമെന്നേ. വെളിച്ചമന്വേഷിച്ച് വരും. രക്ഷപ്പെടാൻ ഒരു വഴി തേടി വരും. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായൊരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഓഫ് ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്നത്തെ അവസ്ഥ മാറും. രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പിലും തുറന്ന് വരിക തന്നെ ചെയ്യും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറയുക, പ്രൈസ് ഓഫ് ഫാമിലി കുടുംബത്തിനൊപ്പം നമുക്ക് ഒരുമിച്ചായിരിക്കാം. സ്തോത്രം. രക്ഷപ്പെടേണ്ടതേ, ഇന്നത്തെ അവസ്ഥ മാറണ്ടേ. ചുമ്മാ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും ലോ എന്നലയാതെ ജീവിതം മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥം പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചകൾ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആത്മീയ ആരാധന, ഒരു സ്പിരിച്വൽ ഡെലിവറൻസ് നടക്കാതെ നിങ്ങളായിരിക്കുന്നുവോ, ജോയിൻ ചെയ്തു. ഇനി നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചങ്ങല വീഴുന്നേ, വാതിൽ തുറക്കപ്പെടും. സഹോദരി ധൈര്യമായിട്ടിരിക്കുക, വാതിൽ തുറക്കപ്പെടും. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. അവർക്ക് മുമ്പിൽ ബന്ധനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. കർത്താവ് അത് ഇഷ്ടപ്പെടുന്നുമില്ല. ചേർന്ന് നിന്നോ. ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് തത്സമയം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക, ജോയിൻ ചെയ്യ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. സ്തോത്ര. ആ അത്ഭുതങ്ങളെ കാണാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, ഉപദ്രവിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് വഴികളെല്ലാം അടച്ച് ബന്ധിച്ച് സ്തോത്രം ഇവരടച്ചു പൂട്ടിയിരിക്കുന്ന മനുഷ്യനും പിശാചും ഒരുപോലെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തകർത്ത് ക്ഷുദ്രങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ഇവരെ ബന്ധിച്ചൊതുക്കിയ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇന്ന് ഈ സമയം അങ്ങ് തകർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അർദ്ധരാത്രിയിലെ പ്രാർത്ഥന അത്ഭുതങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ യേശുവേ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇവരിലെ രോഗികളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഇവരെ സൗഖ്യമാക്കിയാട്ടെ. അങ്ങ് സൗഖ്യദായകനെന്ന് വചനം പഠിപ്പിക്കുന്നുവല്ലോ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശാരീരികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, മാനസികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, എല്ലാ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സ്തോത്രം. മെഡിക്കൽ മിറക്കിൾ സംഭവിക്കട്ടെ. യാസ്, യേശുവിൻ നാമത്തിൽ. ചില ട്യൂമറുകളുമായി ഭാരപ്പെടുന്നവർ, സർജറി ചെയ്യുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുക സഹോദരി. കർത്താവ് തൊട്ട് നിന്നെ സൗഖ്യമാക്കിയ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഓവറിയിലുള്ള ചില ട്വിസ്റ്റുകൾ യെസ് പ്രാർത്ഥിക്കുക. സർജറി ചെയ്താൽ അത് ദോഷമാണ്. യെസ് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ സർജറി ചെയ്യുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ഇവർക്ക് നൽകിയാട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ ഇവർക്ക് അങ്ങ് തുറന്നു കൊടുത്താട്ടെ. തൊഴിൽ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നല്ല ജോലികൾ ചെയ്ത് നല്ലതുപോലെ സമ്പാദിക്കുവാൻ കഴിയുന്നവരായി ഇവർ മാറട്ടെ. ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ തൊഴിൽ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമം ഉയരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ വഴിയടയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ തടസ്സങ്ങളും ഇവർക്ക് മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ ഭാവി വിദ്യാഭ്യാസം, വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. നല്ല റിസൾട്ടുകളും അഡ്മിഷനുകൾ ലഭിക്കട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളെ തകർത്ത് കളയുന്ന മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ.
സ്തോത്രം. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ വരട്ടെ. IELTS, OET, പ്രോമെട്രി എക്സാമുകൾ എഴുതി നല്ല റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ, എഴുതുവാൻ ഒരുങ്ങുന്നവർ, അങ്ങയുടെ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണം. നല്ല റിസൾട്ടുകൾ നൽകണമേ യേശുവേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിന് മധ്യത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ. സ്തോത്രം. ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബം, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവരുടെ മേൽ പകരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അർദ്ധരാത്രികളിലെ പ്രാർത്ഥന ഇവരെ ദേശത്തിലെ സാക്ഷികളാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.